Mesmerizing wedding collection. Tejaswini by Chungat Jewelry. तुम्हारे लिए Make every moment a beautiful celebration with Joya Lucas. കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഇടിമണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസിന്റെ 9ാമത് ഷോറൂം ഇനി അങ്കമാലിയിലും 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഇനോഗ്രൽ ഓഫറുകൾ. ഒരു കണ്ണട വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം. തിരഞ്ഞെടുക്കുവാൻ 100-ലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ. കേരളത്തിൽ ആദ്യമായി ജർമ്മൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റി. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ആശംസകളോടെ ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നമസ്കാരം, അങ്കമാലി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. വ്യാഴാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളാവുന്ന ജില്ലയ്ക്ക് കൈമാറാൻ കൊണ്ടുപോകുന്ന 117.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയ്ക്ക് അങ്കമാലി സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ വർണ്ണശബളമായ സ്വീകരണം നൽകി. കലോത്സവത്തിന്റെ പ്രതീതി ഉണർത്തും വിധം ദേശീയപാതയിൽ നിന്ന് ചെണ്ട, ബാൻഡ്, വാദ്യമേളങ്ങളുടെയും സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെയും അകമ്പടിയോടുകൂടിയാണ് സ്വർണ്ണക്കപ്പ് പ്രദർശിപ്പിച്ചെത്തിയ വാഹനത്തെ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് ആനയിച്ചത്. കോഴിക്കോട് ട്രഷറിയിൽ നിന്ന് രാവിലെ പുറപ്പെട്ട ഘോഷയാത്രയാണ് ജില്ലാ അതിർത്തിയായ അങ്കമാലി സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ വൈകുന്നേരത്തോടെ എത്തിച്ചേർന്നത്. റോജിം ജോൺ MLA സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാ മാമാങ്കമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് താഴെ തലങ്ങളിൽ സബ് ജില്ലാ തലത്തിലും അതുപോലെ തന്നെ ജില്ലാ തലത്തിലുമുള്ള മത്സരങ്ങളൊക്കെ പൂർത്തിയാക്കി ഏറ്റവും വലിയ മാമാങ്കത്തിനായിട്ട് കേരളം കാത്തിരിക്കുകയാണ്. ഇനി കേവലം 4 നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മുടെയൊക്കെ നാട്ടിൽ നിന്നും നിരവധി വിദ്യാർത്ഥികൾ സംസ്ഥാന കലോത്സവത്തിലേക്കൊക്കെ യോഗ്യത നേടി അതിനായി കാത്തിരിക്കുകയാണ്. അങ്കമാലി നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് സനിത റഹീം, ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ MJ ജോമി, ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹനൻ, നഗരസഭാ ഉപാധ്യക്ഷ റീത്ത പോൾ, നഗരസഭാ കൗൺസിലർ റോസ്ലി തോമസ്, ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഹണി ജി അലക്സാണ്ടർ, ആലുവ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ജോത്സ്ന, അങ്കമാലി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P. അംബിക, ഹെഡ്മിസ്ട്രസ് ജെവിമോൾ തുടങ്ങിയവർ സംസാരിച്ചു.